മഗ്‌രിബിന് എല്ലാവരും ഹാദിർ ഹാദിർ ഹാദിറു മജ്ലിസുൽ ഹാദിർ, എല്ലാവരും മഗ്‌രിബിനുണ്ട്. അസറിന് മിക്ക ആളുകളും പുറകോട്ടാ. നോക്കൂ, നിങ്ങൾ പള്ളിയിൽ പോയി നോക്കുക, അസറിന് ജമാഅത്തിന് വളരെ കുറവാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. ദേ ഒരാൾ പോകുന്നുണ്ട്, ഇപ്പൊ ഇങ്ങനെ നടക്കും. 3 മണിയാകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങും. മോമിനീങ്ങളുടെ അവസ്ഥ ഇപ്പൊ ഇതാ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. തമാശ പറഞ്ഞ ഉദാഹരണം കാണിക്കാൻ വേണ്ടി പടച്ചവൻ അതിനിങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മുടെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ഇപ്പൊ പോയതാരാ? ഒരു നായയാണ്. ആ നായയുടെ അവസ്ഥയാണ് ഇന്നത്തെ മോമിനീങ്ങൾക്ക്. രാത്രി ഫുള്ള് ഹയാത്താക്കും 3 മണി വരെ. ഇന്നിപ്പോൾ ഹണി റോസ് ഏത് കടയാണോ അടിച്ചു എന്തോ ചടയമംഗലത്ത് വന്നെന്ന് പറയുന്നത്. രാവിലെ അത് നോക്കിക്കൊണ്ട് അതാണ് ഹാജിയാർ. ആ പേരൊക്കെ ലൈക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഓരോരുത്തരും ലൈക്ക് ചെയ്ത പേജ് നോക്കിയാൽ മതി, അവരുടെ സ്വഭാവം തിരിച്ചറിയും. മൊബൈൽ വാങ്ങിച്ചിട്ട് ആ ലൈക്കിൻ്റെ പേജ് നോക്കുമ്പോൾ സണ്ണി ലിയോണ് ഇത് ഇങ്ങനെ കടക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ നോക്കുന്നില്ല, പറഞ്ഞെന്നുള്ളൂ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നിട്ട് ഇത് വരെ സുബഹി വരെ ഇതാ പരിപാടി. 3 മണിയാവുമ്പോൾ മക്കളെല്ലാവരും ഉറങ്ങും. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങാൻ. കറക്റ്റ് നായയുടെ സ്വഭാവം. ഇത് ഉറക്കമില്ല, ഇങ്ങനെ നടക്കുക. അങ്ങനെ നടന്നിട്ട് രാത്രി 2:30-3 മണി ഞാൻ വയന്നു കഴിഞ്ഞ് പോകുമ്പോഴാണ് സ്ഥിരം ഇത് ഉറങ്ങുന്നത് കാണുന്നത്. വീടെത്താറാവുമ്പോഴാണ് ഇതൊക്കെ ഉറങ്ങുന്നത്. അതുവരെ നമ്മളിങ്ങനെ പോകുമ്പോൾ കാറിനടുത്തൂടെ ചിലപ്പോൾ കുറച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. 12 മണിക്ക് പോകുമ്പോഴും ഉണ്ട്. ഇത് ഹയാത്തിലുണ്ട്, നല്ല റാഹത്ത്. നാട്ടിലെത്താറാവുമ്പോൾ 2 മണി 3 മണി സമയമാകുമ്പോൾ എല്ലാം സൈഡ് ഒതുങ്ങിയിട്ടുണ്ട്. ഇതേ സെയിം അവസ്ഥ ഇപ്പം നമ്മുടെ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരുടെയും അല്ല കേട്ടോ, ചിലരുടെ. അവർ നന്നാവാനാണല്ലോ ഈ വാന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ സുബഹി ഉണ്ടോ? ഇല്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സല്ലൂ ബില്ലൈൽ വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസലാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ തഹജ്ജുദ് നമസ്കരിക്കുന്നവരാകണേ, രാത്രിയിൽ നമസ്കരിക്കുന്നവരാകണേ. സല്ലൂ ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. രാത്രിയിൽ നിങ്ങൾ നമസ്കാരമുള്ളവരാകണേ, തഹജ്ജുദ് നമസ്കരിക്കുന്നവരായി നിങ്ങൾ മാറണേ. ഉറക്കമൊഴിച്ചുകൊണ്ടുള്ള നമസ്കാരവും നിങ്ങൾ നിലനിർത്തണം. രാത്രി ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന് വേണ്ടിയുള്ള 2 റക്അത്ത് നമസ്കാരമെങ്കിലും നിങ്ങൾ നിർവഹിക്കണേ. ലോകം മുഴുവനും ഉറങ്ങുകയാണ്, ജനത മുഴുവനും ഉറക്കിലാണ്. ജനത മുഴുവനും ഉറങ്ങുന്ന സമയത്ത് നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നവരെ തദ്ഖുലുൽ ജന്നത ബിസലാം. നിങ്ങൾക്ക് മനോഹരമായ സ്വർഗത്തിലേക്ക് കടക്കാം, വളരെ സന്തോഷകരമായി കടക്കാമെന്ന് പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ജനങ്ങൾ മുഴുവനും അശ്രദ്ധ വെക്കുന്ന സമയമാണ് രാത്രി. പോയിന്റ് മനസ്സിലായില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാൻ കാരണം എന്താണ്? ജനങ്ങൾ കൂടുതൽ അശ്രദ്ധ വെക്കുന്ന മാസമാണ് ശഅബാൻ. റജബിന്റെയും റമദാന്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണ്. അതുകൊണ്ട് ശ്രദ്ധ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാസത്തിന്റെ ബഹുമാന ആദരവുകൾ കാത്തു സൂക്ഷിക്കട്ടെ, ജനങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ശഅബാനിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഈ വാക്കിൽ പിടിച്ചിട്ട് പറയുന്നു, അശ്രദ്ധ വെക്കുന്ന സമയങ്ങളും സന്ദർഭങ്ങളും നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതിനാണ് രാത്രിയിലുള്ള നിസ്കാരം. അൽഹംദുലില്ലാഹ്. ആരാ ഇവിടെ വിത്ർ 3 റക്അത്ത് നിസ്കരിച്ചവർ ആരെങ്കിലും ഉണ്ടോ? വളരെ കുറവ്. 3 റക്അത്തില്ല. വിത്ർ നിസ്കരിക്കുന്നവർ തന്നെ 1 റക്അത്താക്കി ചുരുക്കി റമദാൻ കഴിഞ്ഞപ്പോൾ. റമദാനിൽ 3 റക്അത്ത് നിസ്കരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പിന്നീട് നിസ്കരിക്കുമ്പോൾ തന്നെ 1 റക്അത്താക്കി ചുരുക്കി. 1 റക്അത്ത് നിസ്കരിച്ചാൽ മതിയല്ലോ മുസ്ലിയാരെ, പിന്നെ അത് മതി. പൂർണ്ണമായ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എത്ര നിസ്കരിക്കണം? ഏറ്റവും ചുരുങ്ങിയത് 3 നിസ്കരിക്കണം. 3 അല്ലല്ലോ, പരിപൂർണമാകണമെങ്കിൽ എത്രയാകണം? 11 ആകണം. വിത്ർ എത്രയാണ്? വിത്ർ പരിപൂർണമായി നിസ്കരിക്കുന്നത് 11, പൂർണ്ണമായി നിസ്കരിക്കുന്നത് 3, ചുരുക്കി നിസ്കരിക്കുകയാണെങ്കിൽ 1. അങ്ങനെയാണ് എൻ്റെ മനസ്സിലാക്കുക. ഏറ്റവും ചുരുക്കി നമ്മൾ ഒറ്റയ്ക്ക് പെട്ടെന്ന് പോകണം എങ്കിൽ 1 റക്അത്ത് നിസ്കരിച്ചിട്ട് പോകാം. ഇശായുടെ സുന്നത്ത് കഴിഞ്ഞിട്ട്, ഇശായ്ക്ക് ശേഷമുള്ളതാകുന്ന സുന്നത്ത് കഴിഞ്ഞ് 1 റക്അത്ത് വിത്ർ നിസ്കരിച്ചിട്ട് പോകാം. പൂർണ്ണതയുടെ രൂപം പണ്ഡിതന്മാർ പറയുന്നത് 3 ആണ്. ആദ്യം 2 നിസ്കരിച്ചു, പിന്നെ 1 നിസ്കരിക്കും.
ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ഓതി, രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി, മൂന്നാമത്തേതിൽ ഏത് സൂറത്ത് പറയൻ? റമളാനിലോ നിസ്കരിച്ചിട്ടില്ലേ? എല്ലാം മറന്നിരിക്കുകയാണ്. ഇതെല്ലാം പൊടി തട്ടി എടുക്കണം. വിത്ര നിസ്കാരം റമളാനിൽ നമ്മൾ തറാവീഹ് കഴിഞ്ഞിട്ട് 3 റക്അത്ത് നിസ്കരിക്കില്ലേ? അതിന്റെ ലാസ്റ്റ് റക്അത്തിൽ ഓതുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ്? പറയൻ. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ആദ്യം ഓതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, 3 സൂറത്ത് ഓതണം. അങ്ങനെയാണ്. ചിലരെന്ത് ചെയ്യും? നാസ് കൊണ്ട് മതിയാക്കും, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മാത്രം ഓതും. അങ്ങനെയല്ല വേണ്ടത്, 3 ഓതണം. എന്തിനാണ്? എല്ലാം നമ്മളൊരു പൂർണ്ണത, ഇതൊരു സുന്നത്താണ്. ആ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ നിക്കാഹ് ഒരു സുന്നത്താണ്. ആ നിക്കാഹ് നടത്തുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ വേണം. വെള്ളിയാഴ്ച ആവുക, ജനങ്ങളെല്ലാവരും കൂടുന്നതാകുന്ന നിലയിൽ ഒരു പരസ്യമായ രീതിക്കാവുക. എല്ലാവരും കൂട്ടണമെന്നല്ല, പരസ്യപ്പെടുത്തുക, നിക്കാഹ് പരസ്യപ്പെടുത്തുക, ജുമായുടെ ദിവസമാവുക എന്നതുപോലെ ചില സുന്നത്തുകൾ ശ്രദ്ധിക്കുന്നത് പോലെ ഒരു സുന്നത്ത് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അതിൽ ചില സുന്നത്തുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ്. അപ്പൊ സൂറത്തുൽ അഅല സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തേതിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്ത് ഓതി നിസ്കരിക്കണം. ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ട അമലുകളാണ്, അല്ലാതെ റമദാനിൽ മാത്രമല്ല. റമദാനിൽ ചെയ്ത എന്തെങ്കിലും ഹാജിയാരെ ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ? റമദാനിൽ ചെയ്ത എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? സുബഹി കഴിഞ്ഞ ഉറക്കം. അത് അന്ന് തുടങ്ങി, ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഞങ്ങൾ മുടക്കത്തുമില്ല. അത് വിട്ടിട്ടുള്ളൊരു കളിയില്ല. അത് റമദാനിന് തുടങ്ങി വെച്ച ഒരു അമല. പിന്നെ ഇന്നുവരെ അത് മുടങ്ങിയിട്ടില്ല. ഇപ്പൊ അടുത്ത റമദാൻ വന്നപ്പോൾ ഒന്നുകൂടി ശക്തിപ്പെടുത്തി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതിപ്പോഴും ഉണ്ട്, മുടങ്ങാതെ പോകുന്നുണ്ട്. ബാക്കി ദിക്റും ഔറാദും നിസ്കാരം എല്ലാം പോയി, എല്ലാം പുറകോട്ട്. സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ജനങ്ങളെല്ലാവരും അശ്രദ്ധരാണ് ആ വിഷയത്തിൽ. ഫർള് നിസ്കരിച്ചു, അതിന് മുമ്പ് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട്. വലിയ ഹാജിയാരാ, 4-5 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സുന്നത്ത് നിസ്കരിക്കൂല. ഒരിക്കലും ഉടനെ ഇറങ്ങി ഓടുക. നബി വീട്ടിലാ സുന്നത്ത് നിസ്കരിച്ചെന്ന്. എന്നിട്ട് ഹാജിയാരോ വീട്ടിൽ പോയിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നില്ലല്ലോ. വീട്ടിലാണെങ്കിലും സുന്നത്ത് നിസ്കരിക്കണ്ടേ? ളുഹായുടെ സുന്നത്ത് നമസ്കാരം ഡെയിലി നമുക്ക് നിർവഹിക്കാൻ പറ്റുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒളു എടുത്ത് എന്തായാലും കുളിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് നല്ലതുപോലെ ഒളു ചെയ്ത് റാഹത്തായിട്ട് ഇറങ്ങി, എന്നിട്ട് ഖിബിലയ്ക്ക് അഭിമുഖമായിട്ടിരിക്കും, മുസല്ലവിരിക്കൽ. വീട്ടിൽ തന്നെ 2 റക്അത്ത് ളുഹയുടെ സുന്നത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഉസല്ലി സുന്നത്തുൽ ളുഹ റക്അത്തൈനി ലില്ലാഹി തആല. നിയ്യത്ത് ചെയ്ത് കൈകെട്ടി ഫാത്തിഹ സൂറത്ത് ഓതി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതി, രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. 2 റക്അത്ത് നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. 2 റക്അത്ത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നതാ. ആരാ ഇവിടെ ചെയ്യുന്നത്? എന്നിട്ട് നിങ്ങൾ ജോലിക്ക് പോയി നോക്കിയ, മക്കള് പരീക്ഷ എഴുതാൻ പോയി നോക്കിയ, നല്ല റാഹത്താണ്. ഇത് നമ്മൾ വെള്ളിയാഴ്ച ജുമായ്ക്ക് 30 പേനായിട്ട് വരും. അതിന്റെ തുളയ്ക്കത് ഊതിയേക്കാൻ ഇവനെ ഓർമ്മയില്ലെങ്കിൽ ഇവൻ എന്ത് ബന്ധിച്ചിട്ട് കാര്യം? മന്ത്രിക്കാനെതിര് പറയല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ നിസ്കാരങ്ങളൊന്നുമില്ല, സുബഹി പോലും നിസ്കരിക്കാതെ പേനായിട്ട് വരിക. എന്ത് കാര്യം? എന്നിട്ട് സുബഹിയും കരയില്ല. ഈ പറഞ്ഞ പോലെ സുന്നത്ത് നിസ്കരിക്ക്. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമുണ്ട്. കച്ചവടത്തിനൊക്കെ പോകുന്നവരാരാ നിസ്കരിക്കുന്നവർ? ഏത് മുസ്ലിമിന്റെ ഏത് കാര്യത്തിനും യാത്ര പുറപ്പെടുന്ന മുൻപ് 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരമുണ്ട്. ഉസല്ലി സുന്നത്ത് സഫരി റക്അത്തൈനി ലില്ലാഹി തആല. അല്ലെങ്കിൽ യാത്രയുടെ 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. നിയ്യത്ത് കൈകെട്ടി ഫാത്തിഹ ഓതി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഖുൽ ഹുവല്ലാഹ്. ഇതൊക്കെ സ്ത്രീകൾക്കും പറ്റും. എല്ലാ ദിവസവും നമ്മൾ ഈ യാത്ര പോകുന്നതാണ്. നിങ്ങൾ അങ്ങനെ ഒന്ന് യാത്ര പോയി നോക്കിയാൽ ഒരു അപകടമോ ദുരിതമോ പ്രയാസമോ ഒന്നും ഉണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് കാര്യം വെച്ചാ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങേണ്ടത്? നിങ്ങൾ തന്നെ പറയും. പ്രായമുള്ളവർക്കാർക്കെങ്കിലും അറിയാം. ഇടത്തേക്കാല്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടതുകാല്. ഞാൻ ഇന്ന് പറയുന്ന കുറേ മസാലകൾ പറഞ്ഞു പോവാൻ. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് പറയാം. ശരിക്കും ശ്രദ്ധിക്കും. കുറേ കാര്യങ്ങൾ അമലിനുള്ളത് പറയും. ഇത് ശ്രദ്ധിച്ചു പോകണം. ഒരു സദസ്സിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കുറേ അറിവ് കിട്ടണം. അതിനാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എപ്പോഴിറങ്ങിയാലും, ഹജ്ജിനാണെങ്കിലും ഉംറയ്ക്കാണെങ്കിലും ഏത് കാര്യത്തിനിറങ്ങിയാലും ഇടതുകാല്.
ചിലർക്ക് ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ അവിടെ കിടന്നിങ്ങനെ ഡാൻസ് കളിയാണ്. ഏത് കാല് വെക്കണം, നല്ല കാര്യത്തിന് പോവല്ലേ. അപ്പൊ ഇത്ര നാൾ തിയേറ്ററിൽ പോയിരിക്കുവായിരുന്നു. മോമിനായ മനുഷ്യൻ എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും അവൻ എന്ത് കാര്യത്തിനാണ് ഇറങ്ങുന്നത്? ഹൈറായ കാര്യത്തിനാണ്. അല്ലാത്ത ഒന്നിനും മോമിൻ ഇറങ്ങൂല. നീ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് കാല് വേണം? ഇടത് കാല് തന്നെ മുന്തിക്കണം. ചിലരിങ്ങനെ സംശയിച്ചിരിക്കും, ഉസ്താദ് പറഞ്ഞ ഇടത് കാലെന്ന്. ഞാൻ ഇന്നാൾ വേറൊരാൾ പറയുന്നത് കേട്ടത് വലത് കാല്, മനസ്സിൽ പറയുന്നതും നല്ല കാര്യത്തിനല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവിടെ നിന്നിട്ടൊരു ഒറ്റ ചാട്ടം അതിനപ്പുറത്തും 2 കാലും വെച്ച്. അതാകുമ്പോൾ ആർക്കും കുഴപ്പമില്ല. അങ്ങനെയൊന്നും കാണിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്തോ, ഇടതുകാല് വെച്ച് തന്നെ അങ്ങോട്ട് ഇറങ്ങിക്കും. അള്ളാഹു തൗഫീഖ് നൽകി. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പഠിച്ചു വെക്കേണ്ടതായ ദുആണ്. ഏറ്റവും ചെറിയ ദുആ ഇത് പറഞ്ഞ എല്ലാവരും. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി പറയിൻ. തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാനിതാ ഈ യാത്ര ആരംഭിക്കുകയാണ്. അവന്റെ മേലാണ് എൻ്റെ യാത്രയും എൻ്റെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കുന്നത്. ആരാധനകൾക്കുള്ള ശക്തിയും പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ അടിയുറച്ച് നിലനിൽക്കലുമില്ല ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഉന്നതനും സമുന്നതനുമായ അള്ളാഹു. സ്മിതല്ലി ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലത് കൈ കൊണ്ട് തലയിൽ ഇങ്ങനെ വെച്ച് മൂർദാവിലേക്ക് ഇങ്ങനെ വെച്ച് സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്ത് ഒരൊറ്റ വട്ടം ഓതിയാൽ വീട്ടിലേക്ക് അവൻ വളരെ സലാമത്തായി തിരിച്ചെത്തും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഞാൻ സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് എപ്പോൾ പോകുമ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ലഘുവായ കാര്യമാണ് ഈ പറയുന്നത്. 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നിസ്കാരം. വീട്ടിൽ നമ്മൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വലത്തെ കൈ തലയിലേക്ക് വെച്ചിട്ട് ഈ ആയത്ത് ഓതുക. ഏതാണ് ആയത്ത്? ബിസ്മില്ലാ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഓതിയിട്ട് ഇറങ്ങിയ തിരിച്ച് മയ്യത്താകാതെ വീട്ടിൽ വരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ടൊക്കെ കാക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മതി. ഇനി ഒന്നുകൂടി കേൾക്കണം. ഈ ആയത്ത് കാണാതെ പഠിക്കണം. ഇതെവിടെയുണ്ട്? സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. അവസാനത്തെ 2 ആയത്ത്. ഇത് എല്ലാ ദിവസവും സുബൈക്ക് ശേഷം ഒരു 7 പ്രാവശ്യം നീ ഇത് ഓതിയാൽ, തലയിൽ കൈവക്കണമെന്നൊന്നുമില്ല ആ സമയത്ത്, അല്ലാതെ ഓതുക. അതുപോലെ തന്നെ വിശുദ്ധമായ മഗ്രിബിന് ശേഷവും 7 പ്രാവശ്യം ഇത് ഓതിയാൽ നീ മരിക്കുകയില്ല. അത് കൊള്ളാമല്ലോ, നല്ല മരുന്ന്. എങ്ങനെയുണ്ട് പരിപാടി? ഉസ്താദ് ചാനൽ പോയത് പറഞ്ഞല്ല ആണോ എന്ന് ചിന്തിക്കണ്ട. നല്ല ചാനലോടുകൂടി പന്നറിഞ്ഞതാണ്. എന്താണ്? ഒരാൾ സുബൈക്ക് രാവിലെ എഴുന്നേറ്റ് സുബൈ കഴിഞ്ഞതിന് ശേഷം ഇതങ്ങോട്ട് ഓതുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. മഗ്രിബിന് ശേഷവും വീണ്ടും ഇതേ ആയത്ത് തന്നെ. ഇപ്പോൾ ഓതിയതാകുന്ന ഈ 2 ആയത്തും 7 പ്രാവശ്യം ഓതിയാൽ, മഗ്രിബ് കഴിഞ്ഞ് ഓതിയാൽ സുബഹി വരെ കാവൽ, സുബൈക്ക് ഓതിയാൽ അടുത്ത മഗ്രിബ് വരെ കാവൽ. അന്നത്തേതാകുന്ന ദിവസം മരണം ഉണ്ടാവില്ല. ഉറപ്പിച്ചോ? എത്ര വലിയ അപകടം. വെടിവെച്ചിട്ടെന്ന് പറഞ്ഞാലും മരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് തോക്കിന്റെ മുന്നിൽ പോയി വെടികൊള്ളാൻ നിൽക്കണ്ട. പിന്നെ ഉസ്താദേ അപ്പം മരിക്കില്ലേ എന്ന് നിങ്ങൾ കരുതും. അതിനാണ് പണ്ഡിതന്മാർ പറയുന്നത്, മരണം ആസന്നമാകുന്ന ദിവസം ഇത് ഓതാൻ മറക്കും. അങ്ങനെയാണ് പിന്നെ ഇതെന്തിനാ ഇത്ര പാടുവിട്ട് പഠിച്ചിട്ട്. ഇപ്പൊ മരിക്കേണ്ട ദിവസം അന്ന് രാവിലെ ഇന്ന് മരിക്കും, അന്നത്തെ ദിവസം ഇത് ഓതാൻ വിട്ടു. അത് മറപ്പിക്കും. കാരണം അല്ലാഹു തആല അല്ലേ ഇതിന് കഴിവ്. അതിന് പണ്ഡിതന്മാർ കൂടുതൽ വിശദീകരണം കൊടുത്തു. ദുർമരണങ്ങളെ തൊട്ട് അല്ലാഹു കാക്കും. വെട്ടും കുത്തും അല്ലെങ്കിൽ ആരെങ്കിലും വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുള്ളോ എല്ലാവിധ മരണങ്ങളെ തൊട്ട് കാവൽ അല്ലാഹു നിനക്ക് ഈ ആയത്ത് ഓതിയാൽ നൽകും. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാമല്ല, നിസ്കാരം കഴിയുമ്പോൾ സുബൈ കഴിഞ്ഞു മഗ്രിബിന് ശേഷം ഉസ്താദുമാര് ദിക്ർ ചൊല്ലും അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. എത്ര പ്രാവശ്യം ചൊല്ലാറുണ്ട്? 10 പ്രാവശ്യം.
ഈ ദിക്ർ 10 വട്ടം ചെല്ലും. അങ്ങനെ ആരെങ്കിലും 10 വട്ടം ആ ദിക്ർ സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ചെല്ലിയാൽ അവന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും. വഇൻ കാനത്ത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിലേതാകുന്ന നുരകൾക്ക് പതയ്ക്ക് സമാനമായിട്ട് പാപമുണ്ട് എങ്കിലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു ദിക്റാണ് ഈ പഠിപ്പിക്കുന്നത്. എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും ഈ ദിക്ർ 10 വട്ടം ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനോടൊപ്പം തന്നെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, നരകത്തെ തൊട്ട് കാവൽ തേടുകയാണ്. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലാറുള്ളതാണ് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. നമ്മളൊന്നും ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. നിനക്ക് അസിലുണ്ട്, അടിസ്ഥാനമുണ്ട് സഹോദരങ്ങളെ. സുബഹിക്ക് ശേഷവും ഇത് 7 വട്ടം ചെല്ലിൻ, മഗ്രിബിന് ശേഷവും ചെല്ലിൻ. കാവല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ അശ്രദ്ധ വെക്കുന്നതായ ചില കാര്യങ്ങളാണ്. അത് നിങ്ങളെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തിന്? നമുക്ക് ഉന്നത വിജയം ലഭിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ശഅബാൻ മാസത്തിൽ ഞാൻ നോമ്പ് അധികമായി പിടിച്ചുവിടാനുള്ള കാരണം, ഒന്ന്, പരിശുദ്ധമായ റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ശ്രേഷ്ഠമായ മാസമായ ഈ ശഅബാനിനെ പലരും അശ്രദ്ധ വെക്കാറുണ്ട്. അശ്രദ്ധ വെക്കുന്ന മാസമായതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോമ്പ് അധികമായി പിടിക്കുന്നത്. നബിയുനാ റസൂലുള്ളാഹി രണ്ടാമതായി നബി തങ്ങൾ കാരണം പറയുകയാണ്, വിശുദ്ധമായ ശഅബാനിൽ ഞാൻ ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ വഹുവ ശഹൂർ തുഫഉൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ ഫഉഹിബ്ബു അൻ നുർഫഅ അമലി വഅന സായിം വഅന സായിം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തെ കാരണം പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളാകുന്ന ജനങ്ങളുടെ അമലുകളെ അവന്റെ അടുക്കലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ അമലുകളെ അല്ലാഹുവിങ്കലേക്ക് ഉയർത്തുന്നതായ മാസമാണ് ശഅബാൻ മാസം. നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ നിസ്കരിച്ചു, ഇശാ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചു, ളുഹർ നിസ്കരിച്ചു, അസർ, ഇങ്ങനെ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങളും നന്മകളും തിന്മകളും എല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ് ഏത് മാസം? ശഅബാൻ. ശഅബാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവുള്ളത് ഏത് മാസം? റമദാൻ. അല്ലാഹ് വളർത്തിയേക്ക് അങ്ങനെയാണ്. ഇപ്പൊ റമദാനാണ്. ഇപ്പൊ ശഅബാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് പറഞ്ഞു പറഞ്ഞ് നിങ്ങൾ മൊത്തത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാടൊന്നും പറയാനുണ്ടോ സാർ? അല്ലെ 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വല്ല ഉണ്ടോ? ആ ഉണ്ട്, വേണ്ട അതാവും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. ആ ശ്രദ്ധിക്കും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ശഅബാൻ മാസം എന്ന് പറയുന്നത് അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, വർഷത്തിലും നമ്മുടെ അമലുകളെ അള്ളാഹുവിലേക്ക് ഉയർത്തും, എല്ലാ ദിവസവും ഉയർത്തും, എല്ലാ ആഴ്ചകളിലും ഉയർത്തും. മൊത്തത്തിൽ അമലുകളെ ഉയർത്തുന്ന സമയം എത്ര? 3 പ്രാവശ്യം. പഠിക്കണേ, പറയുന്ന വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള വിഷയങ്ങളാണ്. 10 ദിവസം നീട്ടി വാത് പറയാൻ പറ്റുന്ന സംഭവമാണ് ഇപ്പൊ ആറ്റി കുറുക്കി നിങ്ങൾക്ക് പടക്കൊണ്ട് നിട്ട് തരുന്നത്. ശരിക്കും പഠിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ഇതിനിപ്പോ ഈ പറയുന്ന ഓരോ ഹദീസും വിശദീകരിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം എടുക്കും. ഞാനത് വളരെ ചുരുക്കി പറയുകയാണ്. ഇതല്ല ഒരു ക്യാപ്സൂളാക്കി അങ്ങ് തരികയാണ് നിങ്ങൾക്ക് വേഗം സ്പീഡിൽ. കാരണം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വർഷത്തിൽ അമലുകളെ ഉയർത്തും, ആഴ്ചയിൽ അമലിനെ ഉയർത്തും, ദിവസത്തിൽ അമലിനെ ഉയർത്തും.
വർഷത്തിൽ ഉയർത്തുന്ന സമയമാണേത്? ശഅബാൻ മാസം. ഈ ഒരു മാസം മുഴുവനും നമ്മൾ ചെയ്യുന്ന അമലുകൾ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. നമ്മളിപ്പോൾ ഈ വാത് പറയുന്ന സമയത്തും ഇത് തന്നെ പരിപാടി. നിശ്ചിത സമയമൊന്നുമില്ല. വർഷത്തിൽ നമ്മളുടേതാകുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ചില സാമ്പത്തികമാകുന്ന അവസ്ഥാവിശേഷമുള്ള ആളുകൾക്കറിയാം, അവരെല്ലാ ദിവസവും കണക്ക് നോക്കൂല്ലയോ? അവര് ശാമ്പ സമയത്ത് കടയടയ്ക്കുന്ന സമയത്ത് കണക്കൊന്ന് നോക്കും, ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആഴ്ചയിലോ മാസത്തിലോ ഒന്നിരിക്കും, അവരുടെ സൗകര്യം പോലെ ഒന്നിരിക്കും. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യും. ഷെയറൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്. അതുകൂടാതെ വർഷത്തിൽ മൊത്തത്തിലൊന്ന് ഓഡിറ്റ് ചെയ്യും. മാർച്ചൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഓഡിറ്റ് ചെയ്യും. ഒന്ന് മൊത്തത്തിലൊരു കണക്കെല്ലാം കൂടി ഒന്ന് എടുത്തിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് ടാക്സ് അടയ്ക്കാണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഇതെല്ലാം കറങ്ങി എല്ലാം പക്കാക്കും. ആണോ അല്ലയോ? ഇതേ സെയിം മെതേഡാണ് ഇവിടെ നടക്കുന്നത്. സെയിം സംഭവം നമ്മുടെ ജീവിതത്തിലുമുണ്ട്. മനസ്സിലായിക്കോ? എല്ലാ ദിവസവും അമലുകളെ അല്ലാഹുവിലേക്ക് ഉയർത്തുന്ന സമയം എപ്പോഴെന്നറിയോ? സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ. ഈ രണ്ട് സമയങ്ങളിലായിട്ട് അമലുകളെ ആകാശത്തേക്ക് ഉയർത്തും. നമ്മുടെ നന്മയും തിന്മയും എഴുതുന്ന മലക്കിന്റെ പേരെന്താണ്? എന്താണ് മലക്കിന്റെ പേര്? റിദ്വാൻ അലൈഹിസ്സലാം. മൊത്തത്തിൽ പോയി കിടക്കും. എല്ലാം ഇനി ആദ്യം മുതൽ അഴിച്ചു പണിയാണ്. പറയേ കൂടി ആലോചിക്കുക. വാപ്പാടി ചോദിക്കുക. അതാണ് വാപ്പ അതിനേക്കാളും വരെ കടും പോയി. വാപ്പ പറയാം മാലിക് അലൈഹിസ്സലാം, റഖീബ് അതീദ് അലൈഹിസ്സലാം. മാഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ വെക്കുന്ന വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് അറിയാമെന്നറിയാം. നിങ്ങളിത് പറയൂന്നും അറിയാം. നിങ്ങൾ ആ കണക്ഷൻ വിട്ടുപോകാതിരിക്കാനാണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. റഖീബ് അതീദ് അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുകയാണ്. മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഈ ദുനിയാവിൽ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ചെയ്തു വെക്കുന്ന ഏതെല്ലാം നന്മകളുണ്ടോ തിന്മകളുണ്ടോ അതെല്ലാം പരിപൂർണമായി രേഖപ്പെടുത്തി വെക്കുന്നവരാണ് റഖീബ് അതീദ് അലൈഹിസ്സലാം എന്ന് വിശുദ്ധമായ ഖുർആൻ. എല്ലാ നന്മകളും രേഖപ്പെടുത്തുമത്രേ. എല്ലാ തിന്മകളും നീ ചെയ്യുന്നത് അല്ലാഹു മലക്കുകൾ മുഖേന രേഖപ്പെടുത്തുകയാണ്. രണ്ട് മലക്കുകൾ നമ്മുടെ അമലുകളെ രേഖപ്പെടുത്തുന്നു. എന്നാൽ ഇവർക്ക് സഹായികളായി വേറെയും ചില മലക്കുകൾ ഉണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? നമ്മുടെ നന്മ തിന്മകളെ രേഖപ്പെടുത്താൻ രണ്ട് മലക്ക്, അവർക്ക് സഹായികളായി അല്ലാഹു ധാരാളം മലക്കുകളെ വേറെ നിശ്ചയിച്ചിട്ടുണ്ട്. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. കേട്ടോ. قال رسول الله صلى الله عليه وسلم നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ وملائكة بالنهار يجتمعون في صلاة العصر وفي صلاة الصبح ثم يرجعون إلى الله فيقول الله تبارك وتعالى كيف تركتم عبادي فيقولون أتيناهم وهم يصلون وتركناهم وهم يصلون. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബാ യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈൽ വമലായികത്തും ബിന്നഹാർ.
തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം മലക്കുകളെ സുബഹിക്ക് പറഞ്ഞു വിടുകയാണ്. അവർ സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മലക്കുകൾ സുബഹി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ റഖീബ് അതീദിനോടൊപ്പം ജനങ്ങളുടെ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ അവർ കൂടുകയാണ്. അവർ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തി നിലകൊള്ളുമ്പോ അടുത്ത ഒരു വിഭാഗം മലക്കുകളെ ഇതാ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. അസറിന്റെ സമയത്ത് അവർ ഇറങ്ങി വരുകയാണ്. സുബഹിക്ക് വന്ന മലക്കുകളുമായി അസറിന് ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ സുബഹി മുതൽ അസർ വരെ രേഖപ്പെടുത്തിയതാകുന്ന സുബഹിക്ക് വന്ന മലക്കുകളില്ലേ, നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവർ ആകാശ ലോകത്തേക്ക് ഉയരുകയാണ്. അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് പോയാണ്. അസറിന്റെ സമയത്ത് വന്നതായ മലക്കുകൾ അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തുന്നതായ റഖീബ് അതീദ് അലൈഹിസ്സലാമിനെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുകയാ. അവരും റിക്കാർഡ് രേഖപ്പെടുത്തുകയാ. മനുഷ്യ, നമ്മുടെ നന്മത്തിന്മകളെ അതാ മലക്കുകൾ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. അസറിന് വന്ന മലക്കുകൾ സുബഹി വരെ നിലകൊള്ളുകയാണ്. സുബഹി വരെ മനുഷ്യന്റെ നന്മത്തിന്മകൾ മുഴുവനും രേഖപ്പെടുത്തുകയാ. സുബഹിയുടെ സമയമാകുമ്പോ വീണ്ടും ഇതാ അടുത്ത ഒരു വിഭാഗം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുകയാണ്. അസറിന് വന്ന മലക്കും സുബഹിക്ക് വന്ന മലക്കും ഒരുമിച്ച് ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തലേന്ന് അസറിന് വന്ന മലക്കുകൾ അവരിതാ സുബഹി കഴിഞ്ഞാൽ ഉടനെ അതുവരെ ചെയ്ത നന്മ തിന്മകളുമായി അല്ലാഹുവിലേക്ക് കയറുകയാണ്. കാര്യം മനസ്സിലായി? സുബഹിക്ക് വരുന്ന മലക്ക് സുബഹി നിസ്കാരം കഴിഞ്ഞ് അസർ വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. അസറിന് അടുത്ത വിഭാഗം മലക്ക് വരും. അവരുമായി ഒരുമിച്ച് അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ സുബഹിക്ക് വന്ന മലക്ക് അതുവരെ എഴുതിയ നന്മ തിന്മകളുമായിട്ട് അവരെ റിക്കാർഡ് വിട്ട് അല്ലാഹുവിലേക്ക് പോകും. അസർ കഴിഞ്ഞ് കയറിപ്പോ. അസറിന് വന്ന ടീമുണ്ട്. അസർ ജമാഅത്ത് കഴിഞ്ഞാൽ ഉടനെ അവർ എഴുതാൻ തുടങ്ങുക. എഴുതിയിട്ട് അവർ സുബഹി വരെ നന്മ തിന്മകൾ രേഖപ്പെടുത്തും. സുബഹിക്ക് അടുത്ത വിഭാഗം മലക്കുകൾ വരും. ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ നന്മ തിന്മകളുമായിട്ട് അസർ മുതൽ സുബഹി വരെ രേഖപ്പെടുത്തിയതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാമായിട്ട് അവരും കയറിപ്പോയി. ഇങ്ങനെ മലക്കുകളെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് നടക്കുന്ന പ്രതിഭാസമാണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാൻ. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത് സുബഹിയും അസറും ശ്രദ്ധിക്കണേ എന്ന് പറയാൻ കാരണം. ശ്രദ്ധിക്കണേ, ഈ പറയുന്നത് ശ്രദ്ധിക്കും. എന്താ കാരണം? എന്തുകൊണ്ട്? സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞിട്ടുമാണ് മലക്കുകൾ നമ്മുടെ അമലുമായിട്ട് കയറി പോകുന്നത്. കയറി പോകുമ്പോ നമ്മൾ ഇവിടെ ഉണ്ട്, പള്ളിയിലുണ്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റത്തെ നിന്റെ അമല് അള്ളാഹുവിന്റെ അടുക്കൽ പോയിട്ട് വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ലാസ്റ്റ് നീ ചെയ്തത് സുബഹിക്ക് പള്ളിയിലുണ്ടായിരുന്നു. പിന്നെ ജയിപ്പിച്ചു. ഇതൊരു പരീക്ഷയാണല്ലോ. ഇതൊരു പരീക്ഷ. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് സ്കൂളിൽ പോയി ലാസ്റ്റ് ഒരു ഗാന്ധിജിയുടെ പദം വരയ്ക്കാനുണ്ടാവും. അത് നല്ല വൃത്തിയായിട്ട് വരയ്ക്കുക. അല്ലെങ്കിൽ ഇന്ത്യയുടെ പടം വരയ്ക്കാനുണ്ടാവും. അപ്പൊ അതിന്റെ അടിയിൽ നേരത്തെ തന്നെ വരച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ നേരത്തെ ഭിത്തിയിൽ എവിടെയെങ്കിലും വരച്ചു വെച്ചൊക്കെ നോക്കിയിട്ട് ഇവനത് വൃത്തിയായിട്ട് വരയ്ക്കും. നല്ല റാഹത്ത് ആണോ അല്ലേ? പണ്ടത്തെ അവസ്ഥയെ പറയുന്നത് കേട്ടോ. ഇന്നിപ്പോ അതൊന്നും അല്ല. എസ്സേയോ പോയമോ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം വിശാലമായിട്ട് എഴുതാൻ വേണ്ടി ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഏറ്റവും ചുരുങ്ങിയത്. അത് നല്ല രീതിയിൽ ലാസ്റ്റ് ഒന്നും അറിയില്ലെങ്കിൽ ഫുള്ള് ഇപ്പം പോയ വഴിയും പോകാനിരിക്കുന്ന വഴിയൊക്കെ ചിലരങ്ങ് എഴുതി വെക്കും. ഭയങ്കരമായിട്ട് നീട്ടി പരത്തി ഭയങ്കരമായിട്ട് സംഭവമായിട്ട് എഴുതി വെക്കും. കാണുമ്പോ അല്ലാ ടീച്ചർ തന്നെ അൽഹംദുലില്ലാ അവൻ ആള് ഉഷാറാകട്ടെ എന്നൊരു തോന്നല് വരണം. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരുന്നിട്ട് അപ്പൊ അവനിങ്ങനെ ഇതായിരുന്നു ബാക്കിയുള്ള മൊത്തം എഴുതി കണ്ടു. ലാസ്റ്റ് വന്നപ്പോൾ പിന്നെ ഇവൻ പേപ്പർ വാങ്ങുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവർ അതിന് ഞെട്ടിയിരിക്കുകയാണ്. ഇവന്റെ റബ്ബ് ഇവൻ ഭയങ്കര പഠിത്തമാണത്. അതിനുവരെ ഒന്നും അറിയാൻ മേലെ ഫുള്ള് എഴുതുകയാണ് മൊത്തം. ഇപ്പം പോകുന്ന വഴി പോകാത്ത വഴി അങ്ങോട്ട് പോയതും ഇവൻ ഇന്നലെ അതിലെ പോയി കറങ്ങിപ്പോയതും ഇപ്പുറത്തൂടെ പോയതും ഒക്കെ എഴുതി മൊത്തം എഴുതി ഒരു വിശാലമായ 2 പേജ് എഴുതി വെക്കുക. ഇത് കാണുമ്പോൾ ടീച്ചറിന് തന്നെ തോന്നുന്നത് എന്താ കുഴപ്പമില്ലല്ലോ, അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ടെന്ന്. ഞാൻ ലാസ്റ്റത്തത് വൃത്തിയായാലും ചിലപ്പോൾ എന്ത് ചെയ്യും അങ്ങോട്ട് ജയിപ്പിച്ചു വിട്ടേ. ആണോ അല്ലേ? ആണ്. ഇതൊക്കെ എല്ലാവരും പയറ്റി തെളിഞ്ഞിരിക്കണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ഉൾപ്പെടുത്തുമാറാവും.
എന്നതുപോലെയാണ് ഇപ്പൊ ഇവിടെ സുബഹിയും അസറും കറക്റ്റ് ചെയ്യുമ്പോൾ അതും ജമാഅത്തിന് വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ മലക്കൾ റെക്കോർഡുമായിട്ട് നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ ഇവൻ എവിടെ വന്നിട്ടുണ്ടായിരുന്നു? പള്ളിയുണ്ട്. അപ്പൊ ഇവൻ സുബഹി നിസ്കരിച്ചവനാണ് അല്ലെങ്കിൽ അസർ നിസ്കരിച്ചവനാണ് രേഖപ്പെടുത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. സുമ്മ യർജൂന ഇലസ്സമാ, ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് മലക്കുകൾ ഇതാ സുബഹി കഴിഞ്ഞും അസർ കഴിഞ്ഞും കയറിപ്പോവുകയാണ്. ഫയഖൂലുല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുകയാണ്, കൈഫ തറക്തും ഇബാദീ, മലക്കുകളെ എന്റെ ദാസന്മാരെ ഏത് നിലയ്ക്കാണ് നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോ ഈ മലക്കുകൾ പറയുമത്രേ, അതൈനാഹും വഹും യുസല്ലൂൻ വതറകനാഹും വഹും യുസല്ലൂന യാ അല്ലാഹ്, ഞങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് വരികയാണ്. സുബഹി നമസ്കരിക്കാൻ ഞങ്ങൾ ചെല്ലുമ്പോൾ അവനുണ്ട് റബ്ബേ, അസർ നമസ്കരിക്കുന്ന സമയത്തും അവനുണ്ടായിരുന്നു അല്ലാഹ്, ഒരൊറ്റ ജമാഅത്തും അവൻ മുടക്കിയിട്ടില്ല റബ്ബേ എന്ന് അല്ലാഹു സാലിഹീങ്ങളെ കുറിച്ച് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.